ഡിസംബർ 28 കുഞ്ഞു പൈതങ്ങളുടെ രക്തസാക്ഷിത്വ തിരുനാളിൽ ആഗോള സഭ. ഈശോ ജനിച്ച ഉടനെ അവിടുത്തേക്കെതിരായ നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാരിൽ നിന്നാണ് ഹെറോദസ് മനസ്സിലാക്കിയത് യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിട്ടുണ്ടെന്ന്. അവർ ആ കുഞ്ഞിനെ ആരാധിച്ചു മടങ്ങുമ്പോൾ തന്റെ പക്കൽ വന്ന് വിവരങ്ങൾ അറിയിക്കണമെന്ന ഹെറോദസ് രാജാവ് അവരോട് അഭ്യർത്ഥിച്ചിരുന്നു. അവർക്ക് സ്വർഗത്തിൽ നിന്ന് മറിച്ചൊരു സന്ദേശം ലഭിച്ചതിനാൽ അവർ ഹെറോദസിനെ മടക്കയാത്രയിൽ സന്ദർശിച്ചില്ല. 3 ജ്ഞാനികളെ അഥവാ രാജാക്കന്മാരെ കാണാതായപ്പോൾ ഹെറോദസ് അത്യധികം കുപിതനായി. ജ്ഞാനികളിൽ നിന്ന് സൂക്ഷ്മമായി ഗ്രഹിച്ച സമയത്തെ ആസ്പദമാക്കി അദ്ദേഹം ബെത്ലഹേമിലും പരിസരങ്ങളിലുമുള്ള 2 വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ളവരായ എല്ലാ ആൺകുട്ടികളെയും നിഷ്കരുണം കൊന്നുകളഞ്ഞു. 22 ശിശുക്കളാണ് ഇങ്ങനെ വധിക്കപ്പെട്ടതെന്നാണ് ചരിത്രം. ഈശോയെ പ്രതി മരിച്ച ഈ കുഞ്ഞു പൈതങ്ങളെ തിരുസഭ രക്തസാക്ഷികളായി കരുതുന്നു. അവരുടെ ഓർമ്മ ഇന്നും കൊണ്ടാടുന്നു. ഹെറോദസിന്റെ സംഹാര ഖഡ്ഗത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പലായനം ചെയ്തതും പ്രാചീനമായ കൈറോയിൽ താമസിക്കാനിടയായതും. ഹെറോദസിന്റെ ക്രൂരമായ അതിമോഹം ഫലിച്ചില്ലെന്ന് മാത്രമല്ല, താമസിയാതെ അദ്ദേഹം പുഴുത്തു മരിച്ചുവെന്നുമാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. രക്തസാക്ഷികളായ കുഞ്ഞു പൈതങ്ങളെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.